നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവള്ളൂർ. 13/2/2026 വെള്ളിയാഴ്ച വൈകിട്ട് റബ്ബർ വിലയും സ്വർണ്ണവില നോക്കുമ്പോൾ ഒരു പവൻ്റെ മുകളിൽ 1920 രൂപയും ഒരു ഗ്രാമിൻ്റെ മുകളിൽ 240 രൂപയാണ് കുറഞ്ഞത്. 22 കാറ്റഗറി 14,280, ഒരു പവൻ 1,14,240. അതുപോലെ 24 കാറ്റഗറി 15,578, ഒരു പവൻ 1,24,624. അതുപോലെ 18 കാറ്റഗറി 11,684, ഒരു പവൻ 93,472. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാനും ശ്രമിക്കുക. ഇപ്പോൾ കുറഞ്ഞു വരികയാണ് സ്വർണ്ണവില. റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുതിക്കുകയാണ്. RSS 4 കിലോ 211, RSS 5 കിലോ 205 രൂപ 50 പൈസ, ISNR 20 189 രൂപ 50 പൈസ, ലാറ്റക്സ് 60% ആഴ്ചയിൽ 139 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില. അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 211, RSS 5 കിലോ 205 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. വൈകിട്ടത്തെ റബ്ബർ വില നോക്കുമ്പോൾ 1 രൂപയാണ് RSS 4ഉം 5ഉം കൂടിയിരിക്കുന്നത്. അതേസമയം വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 213 രൂപ 77 പൈസ, RSS 5 കിലോ 213 രൂപ 33 പൈസ. റബ്ബർ തോട്ടങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുക. കരിയിലേക്ക് റബ്ബറിൻ്റെ മൂട്ടിൽ നിന്ന് മാറ്റിയിടാൻ ശ്രമിക്കുക. തീപിടുത്തം വല്ലതും ഉണ്ടായാൽ റബ്ബർ മരങ്ങൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ വളരെ സൂക്ഷിക്കുക. 10 വർഷത്തിന് മുമ്പ് പാഠപുസ്തകം കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. പാഠപുസ്തകം കിട്ടാതെ കുഞ്ഞുങ്ങൾ വലഞ്ഞു നിന്ന ഘട്ടകാലം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 2026-27 വർഷത്തേക്കുള്ള സ്കൂൾ യൂണിഫോം പാഠപുസ്തകം ഇപ്പോഴേ വിതരണം ചെയ്യുകയാണ്. എൻ്റെ സംസ്ഥാന ഉദ്ഘാടനമായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വർഷത്തിനു മുമ്പ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വിതരണം ചെയ്ത് ക്ലാസ് നടത്തിയിരുന്ന അക്കാലത്ത് നിന്നും അധ്യയന വർഷം തീരുമ്പോഴേക്ക് അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന നിലയിലേക്കാണ് നമ്മുടെ കേരള നാട് വളർന്നിരിക്കുന്നത്. ഇതിനായി 5-9 കോടി പാഠപുസ്തകങ്ങളുടെയും 8 ലക്ഷം കൈത്തറി യൂണിഫോമുകളുടെയും സംസ്ഥാന വിതരണത്തിന് ഇന്ന് നാം തുടക്കം കുറിച്ചിരിക്കുകയാണ്. മാർച്ച് അവസാനത്തോടുകൂടി സ്കൂൾ അടയ്ക്കുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഇരുന്ന് അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ നോക്കി പഠിക്കുകയും ചെയ്യാം. എല്ലാ വിദ്യാർത്ഥികൾക്കും ശോഭനമായ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.